ദേ കാണുന്നത് വഴയിലെ പള്ളിമുക്ക് മെയിൻ റോഡാണ്. അതായത് ബസ് റൂട്ട് ഫ്രണ്ടേജിൽ നിന്ന് ഒരു മൂന്നാമത്തെ വീടായിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത്. വഴയിലിൽ നിന്ന് പള്ളിമുക്ക് വരുമ്പോഴത്തേക്കും പള്ളിമുക്ക് ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുന്നേ ഇടത്തോട്ട് കാണുന്ന മരിയാനഗറിനകത്ത് കയറി ഇടതുവശത്ത് മൂന്നാമത്തെ വീട് ഈ കാണുന്ന പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത്. ഇവിടെ നിന്നിങ്ങനെ ജസ്റ്റ് നടന്ന് കയറിയ ബസ് റൂട്ട് അല്ലെങ്കിൽ പള്ളിമുക്ക് ജംഗ്ഷനിലേക്ക് നടന്ന് കയറാം. അവിടെ തന്നെ ഒരു ഫ്ലാറ്റിൻ്റെ വർക്ക് കിടക്കുന്നുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ മരിയാനഗർ. ഇങ്ങോട്ട് തിരിച്ച് കാണിച്ചേ. അത് കാണുന്നത് നമ്മുടെ മണ്ണന്തലയിൽ നിന്ന് അല്ലെങ്കിൽ മുക്കോലയിൽ നിന്ന് കുടപ്പനക്കുന്ന് പോകുന്ന വഴി ദൂരദർശൻ കേന്ദ്രത്തിൻ്റെ ടവറാണ്. അവിടെ നിന്ന് നമുക്ക് ഈ മരിയാനഗർ വഴി നമ്മുടെ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാം. സെൻറ് തോമസ് സ്കൂളിൻ്റെ അവിടെ നിന്നൊക്കെ കഷ്ടിച്ച് 2 കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ. 5 സെൻറ്റ് സ്ഥലത്ത് 2100 സ്ക്വയർ ഫീറ്റിലെ 4 ബെഡ്റൂം വീടാണ് വിൽപ്പനയ്ക്കുള്ളത്. പൂർണ്ണമായിട്ടും ഇഷ്ടികയിൽ നിർമ്മിച്ച വീട്. നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ്. നല്ലൊരു പ്രൈസിന് സ്വന്തമാക്കാം. പ്രോപ്പർട്ടിയിലേക്കുള്ള റോഡ് ആക്സസ് എല്ലാം ഇതുപോലെ നല്ല കിടിലം റോഡ് ആക്സസ് ഉള്ള പ്രോപ്പർട്ടി. അകത്തേക്കുള്ള ദൃശ്യം കാണാം. ഇവിടെ ഇനി അടുത്ത് ഈ പ്ലോട്ടുകൾ സെയിലായി ഉടനെ തന്നെ വീടിൻ്റെയൊക്കെ വർക്ക് സ്റ്റാർട്ടാവും. ഇവിടെ അടുത്തൊരു വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഈ വീട് വന്നിട്ട് പൂർണ്ണമായിട്ട് ഇഷ്ടികയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. മുറ്റത്തേക്ക് കയറി വരുമ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് കവേർഡായിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും. ഇവിടെ ഇനിയും നമുക്ക് 2 വണ്ടികൾ ബാക്ക് ടു ബാക്ക് വേണമെങ്കിൽ പാർക്ക് ചെയ്യാം. അതായത് നമ്മുടെ കോമ്പൗണ്ടിനകത്ത് തന്നെ 3 വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഈ മുൻവശത്ത് നോക്കിയാൽ ഷൂറാക്കൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുൻവശത്തുള്ള വാതിൽ, കട്ടള, ജനൽ എല്ലാം ചെയ്തിട്ടുള്ളത് തേക്കിൻ തടിയിലാണ്. കയറി വരുമ്പോൾ നമ്മളെ വിശാലമായിട്ടുള്ള ലിവിംഗ് സ്പേസിൽ വരും. ഇവിടെ നമ്മുടെ TV യൂണിറ്റ് സജ്ജീകരിക്കാം. അകത്തേക്ക് കയറുമ്പോൾ ഒരു കളർ തീം വന്നിട്ട് ഇതെല്ലാം ഒരു വുഡൻ തീമിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് വരും. അവിടെ നേരെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു കിച്ചണാണ് വരുന്നത്. കിച്ചണിൽ വരുമ്പോൾ ഇവിടെ നോക്കിയാൽ താഴെ ഫുള്ള് സ്റ്റോറേജ് ആണ്. ഈ ഒരു വരിയിൽ സ്റ്റോറേജ് ഉണ്ട്. അതും പോരാഞ്ഞിട്ട് മേളിൽ നോക്കിയാൽ പൂർണ്ണമായിട്ടും ഇതുപോലെ നമ്മുടെ ഈ സ്ലാബിന് മേളിൽ അടച്ചിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ പുറത്തായിട്ടാണ് നമ്മുടെ വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് ആ സൈഡിലേക്കും ഈ സൈഡിലേക്കും ഇറങ്ങാം. അവിടെ നമുക്ക് വേസ്റ്റ് ഒക്കെ ഇട്ട് കത്തിക്കാനുള്ള സൗകര്യം ഓൾറെഡി ഒരുക്കിയിട്ടുണ്ട്. പുറത്തായിട്ട് നമുക്കിതുപോലെ ഒരു ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് കിണർ കാണാൻ സാധിക്കും. നമ്മുടെ ഗ്യാസ് എല്ലാം പുറത്ത് വെക്കാനുള്ള സൗകര്യവും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പൈപ്പ് ലൈൻ ചെയ്ത് അകത്തേക്ക് ഗ്യാസ് കണക്ഷൻ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 2 ബെഡ്റൂംസ് ഉണ്ട്. 2 റൂമുകളും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. കബോർഡ് ഇതുപോലെ ഫുൾ ഹൈറ്റിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ റൂമുകളിലും ഇതുപോലൊരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫോണൊക്കെ കൊണ്ടുവന്ന് വെക്കാനായിട്ട് നമുക്ക് ആ ഒരു സ്പേസ് ഉപയോഗപ്പെടുത്താം. ബാത്റൂമിനകത്തുള്ള ഫിറ്റിംഗ്സ് എല്ലാം വരുന്നത് കെരോവിറ്റ് പോലുള്ള പ്രീമിയം ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതേ കണക്ക് തന്നെ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ 2ാമതൊരു ബെഡ്റൂമും കൂടെ കാണാൻ സാധിക്കും. നോക്കിയാൽ എല്ലാ റൂമുകളിലും കബോർഡെല്ലാം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കബോർഡ് ആ ഒരു സാധനം നമുക്കിതുപോലെ ഒരു സ്പേസ് എല്ലാ റൂമുകളിലും കാണാം. അത് ശരിക്കും ഉപയോഗപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. എങ്ങനെയാ വെച്ചാൽ നമുക്ക് ഈ ഫോണൊക്കെ കയറി വരുമ്പോൾ അതിൽ തന്നെ വെച്ചിരുന്നു കഴിഞ്ഞാൽ മിസ്സാവത്തില്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടിട്ടിരിക്കും. ഇതാകുമ്പോൾ നമുക്ക് ഈസിലി തിരിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ ഈ റെയിലിംഗ് ഒക്കെ നോക്കിയാൽ ഫുള്ളായിട്ട് വുഡിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. വുഡിൽ ചെയ്യുന്നതിൻ്റെ ഭംഗി വേറെ എന്തിൽ ചെയ്താലും കിട്ടത്തില്ല അല്ലേ. ഇതുപോലെ ഫുള്ളായിട്ട് ഗ്ലാസ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. മേളിൽ കയറി വരുമ്പോൾ വലിയൊരു കോമൺ സ്പേസ് ആണ്. ഇവിടെ നമ്മുടെ TV കൊണ്ട് സജ്ജീകരിക്കാം. ഈ ഭാഗത്തായിട്ട് നമ്മുടെ ബുക്കൊക്കെ സൂക്ഷിക്കാം. ചെറിയൊരു ലൈബ്രറിക്കുള്ള ഒരു ഷെൽഫ് ഒരുക്കിയിട്ടുണ്ട്. താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 2 ബെഡ്റൂം. അതിൻ്റെ പ്ലേസ്മെൻറ്റ് വന്നിട്ട് സെയിം ആണ് കേട്ടോ. താഴത്തെ അതേ ലേഔട്ടിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്കൊരു ഓപ്പൺ ടെറസാണ്. ഇവിടെ ഫുള്ളായിട്ട് ടൈൽ ചെയ്ത് നീറ്റ് ആക്കിയിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ ടെറസിലേക്കും എൻട്രി വരും. നമ്മുടെ സ്വന്തം ആവശ്യത്തിന് ഓരോ കാര്യങ്ങളും കണ്ടറും ചെയ്യും പോലെയാണ് നമുക്ക് ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. ഇവിടെ തന്നെ ഒരു വാഷ് ബേസിൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരാവശ്യത്തിന് പെട്ടെന്ന് താഴെ ഇറങ്ങി പോകണ്ട. അതുപോലെ തന്നെ നമുക്കിതിനകത്തുള്ള ബാത്റൂം ഡോർസ് ഒക്കെ നോക്കി എല്ലാം UPVC, ഇതുപോലുള്ള UPVC അല്ല FRP ഡോസ് ആണ്. ബ്രാൻഡിൻ്റെ FRP ഡോസ് ആണ് നമുക്ക് ഈ ബാത്റൂമിനകത്തെല്ലാം തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. മുൻവശത്തേക്ക് നല്ലൊരു ബാൽക്കണി സ്പേസും വരുന്നുണ്ട്. നല്ലതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വിശാലമായിട്ടുള്ളൊരു ബാൽക്കണി സ്പേസ് ആണ്. എങ്ങനെ വെച്ചാൽ ഇതുവരെയും കവേർഡും നമുക്ക് ഇങ്ങോട്ടൊരു ഓപ്പൺ ടെറസ് കണക്ക് നല്ലൊരു സ്പേസ് നമുക്ക് മുൻവശത്ത് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ് വരുന്നത്. നല്ല നല്ല വീടുകളുള്ള ലൊക്കേഷനാണ്. ചുറ്റോട്ടം നോക്കി. മെയിനായിട്ട് എടുത്തു പറയേണ്ട കാര്യം നല്ല വീതിയുള്ള റോഡ് ആക്സസ് ഉള്ള പ്രോപ്പർട്ടി. ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് പള്ളിമുക്ക് ജംഗ്ഷൻ അല്ലെങ്കിൽ സെൻറ് തോമസ് സ്കൂള്, ഇനി അതല്ല കുടപ്പനക്കുന്ന് സൈഡിലാണെങ്കിൽ തൊട്ടടുത്തായിട്ടാണ് കുടപ്പനക്കുന്ന് നമ്മുടെ ദൂരദർശൻ കേന്ദ്രം. അവിടെ നിന്ന് കളക്ടറേറ്റ് സൈഡിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ നാലാഞ്ചിറ സൈഡിലേക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഈസിലി പോകാൻ പറ്റുന്ന ലൊക്കേഷനാണ്. ഉദ്ദേശിക്കുന്ന വില 1,20,00,000 രൂപയാണ്. പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട്. നേരിട്ട് ഉടമയായിട്ട് സംസാരിച്ച് ഡീലാക്കാം. ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിൽ തന്നെ ചെയ്യാൻ സാധിക്കും. അതിനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വേസ്റ്റ് ഒക്കെ ഇട്ട് കത്തിക്കാനുള്ള ഒരു സൗകര്യം എല്ലാം ഓൾറെഡി ഒരുക്കിയിട്ടുണ്ട്. എങ്ങനെ വെച്ചാൽ നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതെല്ലാം കണ്ടറിഞ്ഞ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന കല്ലാണ് നമ്മുടെ ഇതിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ഇഷ്ടികയാണ് ഇതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. നോക്കി.